കേരളത്തിൽ അനുദിനം സൂര്യതാപം ഏൽക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യതാപം ഏൽക്കാതിരിക്കുവാനും ഏറ്റുകഴിഞ്ഞാൽ ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതുമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ദിവസം മുഴുവനുമുള്ള ഉയർന്ന ഊഷ്മാവും ശക്തമായ വെയിലും ഉയർന്ന ഈർപ്പവുമാണ് സൺബേണിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തിൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യവെളിച്ചം ഏൽക്കാതെ ശ്രദ്ധിക്കുക. എന്നാൽ സൂര്യവെളിച്ചം ഏറ്റ് ജോലി ചെയ്യേണ്ടവരാണെങ്കിൽ SPF 30 മീതെ ഗ്രേഡുള്ള സൺസ്ക്രീൻ ക്രീം തേക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ സ്കിന്നിലേക്ക് നേരിട്ട് വെളിച്ചം വീഴുന്നത് ഒഴിവാക്കുവാൻ ഫുൾ സ്ലീവ് വസ്ത്രങ്ങളും തൊപ്പിയും സൺഗ്ലാസും ഉപയോഗിക്കുക. കൂടാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ധാരാളം വെള്ളം കുടിക്കുവാനായി കയ്യിൽ കരുതുക. 2 മണിക്കൂർ നേരത്തിന് 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. സൺബേൺ 3 ഗ്രേഡുകളിൽ ഉണ്ട്. ഒന്ന് മൈൽഡ് സൺബേൺ, ഒരു ചുവപ്പ് നിറവും ചെറിയ വേദനയുമാണ് ഇതിന്റെ ലക്ഷണം. 2 മോഡറേറ്റ് സൺബേൺ, നീർക്കെട്ടുണ്ടാവുകയും തൊലി പൊളിയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. 3 സിവിയർ സൺബേൺ, തൊലിയിലെ കുമിളുകൾ പോലെ വരികയും പനിയുടെ അസ്വസ്ഥത ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ശരീരത്തിൽ കൂടുതലായും സൺബേൺ ഏൽക്കുവാൻ സാധ്യതയുള്ളത് മുഖത്തും കഴുത്തിലും കയ്യിലും തോളിലും പുറത്തുമാണ്. നിങ്ങൾക്ക് തൊലി വലിയുന്നത് പോലെയും ഒപ്പം നീറ്റലും അനുഭവപ്പെട്ടാൽ അത് സൺബേൺ ആകാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് തൊലി ചുവന്ന് കിടക്കും, ചില ആളുകളിൽ കരിവാളിച്ച് കിടക്കും, തൊലി ചുളുങ്ങിയിരിക്കും. ഇതെല്ലാം തൊലിപ്പുറത്ത് തന്നെയുള്ള അനുഭവമാണെങ്കിൽ ഇതിനൊപ്പം തലവേദന, പനി എന്നിവയും ശരീരത്തിലുണ്ടായേക്കാം. നിങ്ങൾക്ക് സൺബേൺ ഉണ്ടായതായി തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് തണലുള്ള സ്ഥലത്തേക്ക് മാറുക. കുളിക്കുവാൻ സൗകര്യമുണ്ടെങ്കിൽ കുളിച്ച് ശരീരം തണുപ്പിക്കാം. സൺബേൺ ഏറ്റ ഭാഗത്തേക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കുളിക്ക് ശേഷം ഗ്ലിസറിൻ അടങ്ങിയ മോയ്സ്ചറൈസർ തേക്കാം, അല്ലെങ്കിൽ ആലോവേര ജെല്ല് തേക്കാം. തൊലി വലിയുന്ന ആ ബുദ്ധിമുട്ട് ഇതുവഴി മാറിക്കിട്ടും. ഒപ്പം നല്ല അയവുള്ള വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ ഇറിറ്റേഷൻ മാറ്റാം. സൺബേൺ ഉണ്ടായാൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ കൂടി പറയാം. സൺബേൺ ഉണ്ടായ ഭാഗത്ത് നേരിട്ട് ഐസ് വെക്കരുത്. ചില പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഐസ് വെക്കുന്നതിനെ പറ്റി കണ്ടിരുന്നു. എന്നാൽ ഐസ് വെക്കുന്നത് മൂലം ആ പൊള്ളൽ കൂടുതൽ വഷളാവുകയുള്ളൂ. 2 കുമിളകൾ ഉണ്ടായാൽ അത് പൊട്ടിക്കാൻ നോക്കരുത്. 3 സൺബേൺ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിലേക്ക് പരമാവധി സമയം വെള്ളം മാത്രം ഉപയോഗിച്ച് കുളിക്കുക. സോപ്പോ ചകിരിയോ കുളിക്കുവാനോ ഉപയോഗിക്കരുത്. 4 തൊലി പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതുവരെ സൂര്യവെളിച്ചം ഏൽക്കുന്നിടത്തേക്ക് പോകരുത്. 5 വാസലിൻ, സെവോളിൻ പോലെയുള്ള പെട്രോളിയം ജെല്ലികളോ സൗന്ദര്യവർദ്ധക ക്രീമുകളോ തേക്കരുത്. സൺബേൺ ഉണ്ടായാൽ വളരെ സീരിയസ് ആയി തന്നെ അതിനെ കാണുക. മോഡറേറ്റ് സൺബേൺ അല്ലെങ്കിൽ സിവിയർ സൺബേൺ ആണെങ്കിൽ ഡോക്ടറെ സഹായം തേടുക. ആയുർവേദമാണ് ഡെർമറ്റോളജിക്ക് തമ്മിൽ ഭേദമായുള്ളത്. കൃത്യമായ പരിചരണം നൽകാതെ വീണ്ടും സൂര്യന് കീഴിലേക്ക് ഇറങ്ങിയാൽ നാളുകൾ കഴിഞ്ഞാൽ സൺബേൺ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പോകാതെ നിൽക്കുകയും അത് വ്യാപിക്കുകയും ചെയ്തേക്കാം. ശരിക്കും സൺബേൺ ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിത രീതി കൊണ്ട് കൂടിയാണ്. ശരീരത്തിൽ ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ, അതുപോലെ കൃത്യമായി മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ തേച്ചിട്ടുണ്ടെങ്കിൽ സൺബേൺ ഒരു പരിധിവരെ ഒഴിവാക്കാം. അതുകൊണ്ട് ഒരു സൺബേൺ ഉണ്ടാകുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേനലായിക്കൊണ്ട് പലതവണ കുളിക്കുന്നവരിൽ ഡ്രൈ സ്കിൻ ഉള്ളവർ ആണെങ്കിൽ ദിവസം 1 തവണ പരമാവധി സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക. അപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ തൊലിയുടെ സ്വാഭാവികത നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക.